നമസ്കാരം. 2014 ജനുവരി 5-ന് ജയ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് എയർ ഇന്ത്യയുടെ എയർബസ് A320 വിമാനത്തിന് സംഭവിച്ച അപകടത്തെക്കുറിച്ചുള്ള അന്തിമ അന്വേഷണ റിപ്പോർട്ടിന്റെ സംഗ്രഹമാണ് ഇവിടെ നൽകുന്നത്. എയർ ഇന്ത്യയുടെ ഈ വിമാനം ഗുവാഹട്ടിയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്നു. ഡൽഹിയിലെ മോശം കാലാവസ്ഥ കാരണം വിമാനത്തിന് ജയ്പൂരിലേക്ക് തിരിച്ചുവിടേണ്ടി വന്നു. ജയ്പൂരിൽ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ റൺവേയുടെ ഇടതുവശത്തുള്ള ചെളി നിറഞ്ഞ സ്ഥലത്ത് വിമാനം ലാൻഡ് ചെയ്യുകയും തുടർന്ന് റൺവേയിൽ നിന്ന് തെന്നിമാറി മരങ്ങളിൽ ഇടിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വിമാനത്തിന്റെ ഇടതു ചിറകിനും ലാൻഡിംഗ് ഗിയറിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ഭാഗ്യവശാൽ യാത്രക്കാർക്കോ ജീവനക്കാർക്കോ ഗുരുതരമായ പരിക്കുകളുണ്ടായില്ല. ഒരു യാത്രക്കാരന് കയ്യിൽ ചെറിയ പരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിമാനത്തിൽ തീപിടിത്തമുണ്ടായില്ല. അപകടത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ, നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും. പൈലറ്റിന്റെ തെറ്റായ തീരുമാനം. മോശം ദൃശ്യപരതയുള്ള ഒരു വിമാനത്താവളത്തിലേക്ക് വിമാനം തിരിച്ചുവിടാനും അവിടെ ലാൻഡ് ചെയ്യാനും പൈലറ്റ് എടുത്ത തെറ്റായ തീരുമാനം. മാനുവൽ ലാൻഡിംഗ്. വളരെ കുറഞ്ഞ ദൃശ്യപരതയിൽ പൈലറ്റ് ഓട്ടോ പൈലറ്റ് വിച്ഛേദിച്ച് മാനുവലായി ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. കാറ്റഗറി ഐ സർട്ടിഫൈഡ് എയർഫീൽഡിൽ ഓട്ടോ ലാൻഡ് ചെയ്യാൻ കഴിയില്ലെന്ന് പൈലറ്റിന് ഉറപ്പില്ലായിരുന്നു. ഓപ്പറേഷണൽ മേൽനോട്ടത്തിന്റെ കുറവ്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഡിസ്പാച്ച് വിഭാഗത്തിൽ നിന്ന് വിമാനത്തിന് ആവശ്യമായ മേൽനോട്ടവും സഹായവും ലഭിച്ചില്ല. ഡൽഹി എയർപോർട്ടിൽ കാലാവസ്ഥ മോശമാവുകയാണെന്ന് അറിയാമായിരുന്നിട്ടും വിമാനത്തിന് കൃത്യമായ വിവരങ്ങൾ നൽകിയില്ല. കാലാവസ്ഥാ വിവരങ്ങളുടെ ലഭ്യതയും ഉപയോഗവും. ഡൽഹി, ലക്നൗ, ജയ്പൂർ എന്നിവിടങ്ങളിലെ കാലാവസ്ഥാ പ്രവചനങ്ങൾ ഫ്ലൈറ്റ് ക്രൂവിന് ലഭ്യമായിരുന്നെങ്കിലും അവ ഫലപ്രദമായി ഉപയോഗിച്ചില്ല. ജയ്പൂരിലെ കാലാവസ്ഥാ വിവരങ്ങൾ തെറ്റായി കൈമാറ്റം ചെയ്യപ്പെട്ടു. ഫ്ലൈറ്റ് ഡിസ്പാച്ചിന്റെ പോരായ്മകൾ. ഫ്ലൈറ്റ് ഡിസ്പാച്ച് നയങ്ങളിൽ വ്യക്തതയില്ലായ്മ. ജീവനക്കാർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ഫ്ലൈറ്റ് പ്ലാനിംഗ് സിസ്റ്റത്തിൽ മതിയായ പരിശീലനമില്ലാത്തത്, ഫ്ലൈറ്റ് ഫോളോയിങ് സിസ്റ്റത്തിന്റെ അഭാവം എന്നിവയും അപകടത്തിന് കാരണമായി. പരിശീലനത്തിലെ അപാകതകൾ. പൈലറ്റുമാർക്ക് കാറ്റഗറി ലാൻഡിംഗുകൾക്കുള്ള മതിയായ പരിശീലനം ഉണ്ടായിരുന്നില്ല. കൂടാതെ സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം SMS, എമർജൻസി റെസ്പോൺസ് പ്ലാൻ ERP എന്നിവയിൽ ജീവനക്കാർക്ക് വേണ്ടത്ര അറിവോ പരിശീലനമോ ഇല്ലായിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ. വിമാനത്തിൽ യാന്ത്രികമായ തകരാറുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ജയ്പൂർ എയർപോർട്ടിലെ RVRO റൺവേ വിഷ്വൽ റേഞ്ച് ഉപകരണങ്ങൾക്ക് കാലിബ്രേഷൻ നടത്തിയിരുന്നില്ല. പ്രധാനപ്പെട്ട ശുപാർശകൾ. എല്ലാ എയർലൈനുകളും ഫ്ലൈറ്റ് ഡിസ്പാച്ച് നയങ്ങൾ വ്യക്തമാക്കണം. ഫ്ലൈറ്റ് ഡിസ്പാച്ചർമാർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ഫ്ലൈറ്റ് പ്ലാനിംഗിൽ ശരിയായ പരിശീലനം നൽകണം. എല്ലാ വിമാനങ്ങൾക്കും ഫ്ലൈറ്റ് ഫോളോയിങ് നിർബന്ധമാക്കണം. മോശം കാലാവസ്ഥയുള്ള സമയങ്ങളിൽ സീനിയർ ഫ്ലൈറ്റ് ക്രൂവിന്റെ സഹായം ഫ്ലൈറ്റ് ഡിസ്പാച്ചിന് ലഭ്യമാക്കണം. യാത്രക്കാർക്ക് മുൻകൂട്ടി അറിയിപ്പുകൾ നൽകി അനാവശ്യമായ ഹോൾഡിംഗുകൾ ഒഴിവാക്കി ലക്ഷ്യസ്ഥാനത്ത് മോശം കാലാവസ്ഥയാണെങ്കിൽ നേരത്തെ തന്നെ വിമാനങ്ങൾ തിരിച്ചുവിടാൻ തീരുമാനമെടുക്കണം. കാലാവസ്ഥാ പ്രവചനങ്ങൾ കൃത്യമാക്കാനും RVR ഉപകരണങ്ങൾ കാലിബ്രേറ്റ് ചെയ്യാനും വിമാനത്താവളങ്ങളിൽ VHF VOLMET സൗകര്യങ്ങൾ ലഭ്യമാക്കാനും DGCA-യും AAI-യും ശ്രദ്ധിക്കണം. പൈലറ്റുമാർ ലക്ഷ്യസ്ഥാനത്തെയും ബദൽ വിമാനത്താവളങ്ങളിലെയും കാലാവസ്ഥാ വിവരങ്ങൾ നിരന്തരം നിരീക്ഷിക്കണം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതുന്നു. ഓഡിയോ അവസാനിക്കുന്നു.